ഇദാ ലഹറൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇസ്ലാം എന്ന ഏറ്റവും നല്ല ജീവിത സഞ്ചാരത്തെ, മനോഹരമായ ആശയത്തെ വികലമാക്കാൻ ശ്രമിക്കുന്ന സർവ ബിദ്അത്തുകാരെയും അനാചാരങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് കള്ളത്തൊരീക്കത്തുകളുടെ പേരിൽ വിവിധങ്ങളായ ആശയങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യമായ സഞ്ചാരത്തെ തടയുന്ന ഓരോ കക്ഷികളെയും ഓരോ വിഭാഗത്തെയും നമ്മുടെ സഞ്ചാര വഴിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉലമാ സ്വീകരിച്ച ആദ്യമായ പ്രതിരോധ രീതി. ഈജിപ്ഷ്യൻ മോഡലിൽ ബിദ്അത്തിന്റെ വിവിധ കക്ഷികൾ കേരളത്തിൽ തല പൊങ്ങി വന്നപ്പോൾ അതല്ല ഒറിജിനൽ ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്തൽ ആ കാലത്തെ ഉലമാഇന്റെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു. കാലങ്ങളായി ഷിർക്ക് തൗഹീദിന്റെ തിയറികളിൽ കുടുങ്ങിക്കിടക്കുന്ന മുജാഹിദിസമോ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് ദീനീ പ്രവർത്തനം എന്നുള്ളത് മിഹ്റാബുകളിലും പള്ളികളിലും ഒതുക്കി നിർത്തണമെന്ന തബ്ലീഗിസമോ അല്ല, രാഷ്ട്രീയവും രാഷ്ട്രപ്രവർത്തനവുമാണ് മതം എന്ന് വിചാരിക്കുന്ന ജമാഅത്തെ തിയറി അല്ല, സർവതല സ്പർശിയാണ് മതം എന്ന് സമസ്ത നിരന്തരം ഓരോ വിഭാഗത്തോടും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അഭിമാനപൂർവ്വം അഹ്ലുസുന്നയാണെന്നും സുന്നിയാണെന്നും പറയാൻ ഏറ്റവും മനോഹരമായ ഒരു നരേഷൻ ഈ കേരളത്തിൻ്റെ മണ്ണിന് നമ്മുടെ ഉലമാ ആണ് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ കൊണ്ടു നടക്കാൻ നമുക്കെല്ലാം നേതൃത്വം നൽകിയത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും എല്ലാ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും ആഗോളതലം വരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഏത് ഡിഗ്രിയും PGയും നമുക്കുണ്ടാക്കി തന്നതിൻ്റെ ഉത്ഭവത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നബി ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് സർവ്വ ഹൈറുകളെയും മുടക്കുന്ന ഒരു തിയറിയിലല്ല നമ്മുടെ ഉലമാഇന്റെ യാത്രയുണ്ടായിരുന്നത്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, എൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉസൂലിൽ ഏറ്റവും നന്നായി നിന്നുകൊണ്ട് തന്നെ യാത്ര നിങ്ങൾ നടത്തണമെന്ന തിരുനബിയോരുടെ ഏറ്റവും നല്ല മോട്ടിവേഷൻ വർത്തമാനങ്ങളിലായിരുന്നു നമ്മുടെ ആലിമീങ്ങളുടെ യാത്രകൾ മുഴുവനും ഉണ്ടായിരുന്നത്.